ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ടുള്ള അമേരിക്കയെ പിടിച്ചു കുലുക്കിയിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു 9/11 അറ്റാക്ക് എന്ന് പറയുന്നത്. അതെന്ന് സെപ്റ്റംബർ 11 നടന്നിട്ടുള്ള ഒരു സൂയിസൈഡ് അറ്റാക്കുകൾ അൽ-ഖ്വയ്ദയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. 4 വിമാനങ്ങൾ ഈ പറയുന്ന 19ഓളം വരുന്ന ആളുകൾ ടെററിസ്റ്റുകൾ റാഞ്ചിയെടുക്കുകയും അതിലേറ്റവും ആദ്യത്തെ 2 എണ്ണം അമേരിക്കയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ടിൻ ടവറുകളിൽ ഇടിച്ച് തകർക്കുകയുമാണ് അവർ ചെയ്തതെങ്കിൽ, 3ാമത്തെ വിമാനം അമേരിക്കയുടെ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ടുള്ള പെൻറ്റഗണിൽ ഇടിച്ചിറക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. 4ാമത്തേത് പെൻസിൽവാനിയയിൽ അവർക്ക് ഇടിച്ചിറക്കേണ്ടി വന്നു. കാരണം അവർ ഉദ്ദേശിച്ചതല്ല, പക്ഷേങ്കിലും ഒരു പാസഞ്ചറിൻ്റെ ഭാഗത്തു നിന്നുള്ള റിവോൾട്ട് ഉണ്ടായതിൻ്റെ പേര്. ഇതിന്നും അമേരിക്കയെ നടുക്കുന്നൊരു കാഴ്ചയാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ അത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ആരും തന്നെ വിചാരിച്ചിരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് അമേരിക്ക അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തുകയും ഏതാണ്ട് 20 കൊല്ലത്തോളം അഫ്ഗാൻ ഭരിക്കുകയും താലിബാനെ ഭരണകൂടത്തെ അവിടെ നിന്ന് പിരിച്ചുവിടുകയൊക്കെ ചെയ്തു. പക്ഷേ പോയപ്പോൾ വീണ്ടും താലിബാനികൾ തന്നെ തിരിച്ചു വന്നു എന്നുള്ളത് ഒരു ചരിത്രമാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ PV അൻവർ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര MLA നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതാണ്ട് ഇപ്പം നമുക്ക് വേണമെങ്കിൽ കേരള രാഷ്ട്രീയത്തിലൊരു 9/11 അറ്റാക്ക് എന്ന് വിളിക്കാം. ഇന്ന് അതിൻ്റെ ഏതാണ്ട് 4ാമത്തെ പത്രസമ്മേളനമായിരുന്നു PV അൻവറിൻ്റേത്. ആദ്യത്തെ പത്രസമ്മേളനങ്ങളിൽ ശശിധരനെയും അതുപോലെ തന്നെ സുജിത് ദാസിനെയും ഒക്കെയാണ് ഫോക്കസ് ചെയ്തിരുന്നതെങ്കിൽ പിന്നീട് നമുക്കറിയാവുന്നത് അത് ADGPയിലേക്കും, അതായത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ADGPയിലേക്കും, അടുത്ത അറ്റാക്ക് ആയപ്പോഴേക്കും അത് ശശിയിലേക്കും, ശശിയുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് എന്നുള്ളതിലേക്കും, ഇന്നിപ്പോൾ 4ാമത്തെ തവണയായപ്പോൾ ശശി അറിഞ്ഞുകൊണ്ട് തന്നെ പിണറായി വിജയനെ വഞ്ചിക്കുകയാണ്, ചതിക്കുകയാണ് എന്ന് പറയുന്ന കടുത്ത ആരോപണത്തിലേക്ക് വന്നിരിക്കുന്നു. അത് ശശിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഇതുവരെ എഴുതി തന്നിട്ടില്ല എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുകൊണ്ട് ഇനി അത് എഴുതി കൊടുക്കും എന്ന കൂടിയാണ് നമ്മുടെ PV അൻവർ പറഞ്ഞിട്ടുള്ളത്. PV അൻവർ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇപ്പം കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ADGPയും ദത്താത്രേയ ഹോസപ്പലയും അതുപോലെ തന്നെ രാം മാധവുമായിട്ട് ചേർന്നിട്ടുള്ള കൂടിക്കാഴ്ചകൾ, ആ കൂടിക്കാഴ്ചകളെ കുറിച്ചിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകൾ ശശിയും ADGPയും കൂടി മുക്കിയെന്നും അത് മുഖ്യമന്ത്രി ഇതുവരെ കണ്ടിട്ടില്ലെന്നും ഇപ്പോൾ ഈ വിവാദമായപ്പോഴാണ് അത്തരത്തിലുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നതും എന്നാണ് PV അൻവർ പറഞ്ഞു വെക്കുന്നത്. തൻ്റെ അന്വേഷണത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ കൂടെ നിൽക്കുന്നവർ ചതിക്കുകയാണ്, കൂടെ നിൽക്കുന്നവർ ചതിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മുടെ ഭാര്യയും മക്കളും നമ്മൾ വിശ്വസിച്ചേൽപ്പിക്കുന്നവരാണെങ്കിൽ അവർ പോലും ചതിച്ചാൽ എന്ത് ചെയ്യും? നമുക്ക് ആർക്കും രക്ഷയില്ല എന്നുള്ളതാണ് PV അൻവർ പറഞ്ഞു വെക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് PV അൻവർ പറഞ്ഞു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കെല്ലാം ഓർമ്മയുണ്ടാവും, 2019 നടന്നിട്ടുള്ള വലിയ ജനശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു ആക്രമണമാണ് സന്ദീപാനന്ദ ഗിരി എന്ന് പറയുന്ന ഒരു സന്യാസി. അദ്ദേഹം സന്യാസി അല്ലെന്നും കള്ള സന്യാസിയാണെന്നൊക്കെ പല ആരോപണങ്ങളുണ്ട്. പക്ഷെ എന്താണെങ്കിലും നമുക്ക് അദ്ദേഹത്തെ അങ്ങനെ തന്നെ വിളിക്കാം, സന്ദീപാനന്ദഗിരി. ആ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചൊരു കേസുണ്ടായിരുന്നു. ആ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കുന്ന കേസിൽ അവിടെ പോലീസ് കുറ്റകരമായ അനാസ്ഥ കാട്ടി എന്നുള്ളതല്ല PV അൻവറിൻ്റെ ആരോപണം. ആ കേസ് അങ്ങനെ തന്നെ അട്ടിമറിക്കാൻ ഒരു DYSPയുടെ നേതൃത്വത്തിലാണ് അവിടെ അന്വേഷണം നടന്നതെന്നും, ദിനരാജ് PS എന്ന് പറയുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നതെന്നും, അതിൽ തന്നെ പെട്ടിട്ടുള്ള രാജേഷ് എന്ന് പറയുന്ന ഒരു DYSP ആണ് അന്വേഷണം ചുമതല വഹിച്ചിരുന്നതെന്നും, ആ രാജേഷ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ റിട്ടയർ ആയതിനു ശേഷം ഈ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ BJPയുടെ ബൂത്ത് ഏജൻ്റ് ആയിരുന്നു എന്ന് മാത്രമല്ല, ആ ബൂത്തിൽ അദ്ദേഹം BJPയുടെ പതാക തന്നെ പുതച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു ദൃശ്യങ്ങളാണ് PV അൻവർ പുറത്തേക്ക് വിട്ടത്. അതായത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ സന്ദീപാനന്ദഗിരിയെ മോശക്കാരനാക്കാനും വേണമെങ്കിൽ അദ്ദേഹം തന്നെ കത്തിച്ചതാണെന്ന് പറയാനും ഉള്ള കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചന പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നുവെന്നും, അത് ADGP MR അജിത് കുമാറിൻ്റെ അറിവോടുകൂടിയാണെന്നും, ഇത്തരം കാര്യങ്ങളൊന്നും നിരീക്ഷിക്കാൻ ശശിക്ക് കഴിഞ്ഞില്ല എന്നുമാണ്. ഈ കേസ് അന്വേഷിച്ചിട്ട് 2023 ക്രൈംബ്രാഞ്ചിൻ്റെ DYSP ആയിട്ടുള്ള DYSP കേസ് അന്വേഷിക്കാൻ കൊടുത്ത DYSP ഗവൺമെൻറ് ഇത് മാറ്റിക്കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് വിശദമായി വായിക്കുകയാണ് PV അൻവർ ചെയ്തത്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ പറയുന്ന കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഷിജു എന്ന് പറയുന്ന പേരാണ്, ആ ഷിജുവിന് ആദരാഞ്ജലികൾ എന്ന് എഴുതിയിട്ടുള്ള ഒരു റീത്ത് സമർപ്പിച്ചു എന്നും, ആ കൈകൊണ്ട് എഴുതിയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ചില രേഖകൾ പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെ സൂക്ഷിക്കാതെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തു വിട്ടുവെന്നും, പിന്നീട് അത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാണാതായി എന്നുള്ളതുമാണ്. അങ്ങനെ കാണാതായില്ലായിരുന്നുവെങ്കിൽ
പിന്നീട് നമുക്കറിയാം അവിടെ മറ്റൊരു ആത്മഹത്യ നടന്നിരുന്നു. ഒരു RSS പ്രവർത്തകൻ തന്നെ അവിടെ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞൊരു കാര്യം, എൻ്റെ അനിയൻ ഈ പറയുന്ന സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് അതിനകത്തുണ്ടായിരുന്നുവെന്നും അതിനുശേഷം RSSുമായിട്ട് ഭിന്നിപ്പുണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് ഇവൻ കൊല്ലപ്പെട്ടതെന്നും അസ്വാഭാവിക മരണമാണെന്ന് പറഞ്ഞ് പോലീസ് അത് ക്ലോസ് ചെയ്യുകയും ചെയ്തുവെന്നും, പക്ഷേ ഈ കേസിൽ സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ എൻ്റെ അനിയൻ ഉണ്ടായിരുന്നുവെന്ന് ചേട്ടൻ തന്നെ വന്ന് മൊഴി കൊടുക്കുന്ന ഒരു കാര്യമുണ്ടായി. പക്ഷെ അതുപോലും പോലീസ് ഗൗരവമായി എടുത്തില്ല. അതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ നിരവധി RSSകാരെ കണ്ടെത്തുകയും അത് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ അവരുടെ കയ്യക്ഷരം പരിശോധിക്കാൻ കഴിയാതിരുന്നത് ഇത്തരത്തിലുള്ള രേഖ പോലീസുകാർ തന്നെ മനഃപൂർവ്വമായി അവിടെ നിന്ന് മുക്കിയത് കൊണ്ടാണ് എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ പറയുന്ന അവിടെ ഉള്ള ചില ആളുകളെ സംശയമുണ്ട് എന്ന് സന്ദീപ് ആനന്ദഗിരി പറഞ്ഞിട്ട് പോലും അവരുടെ ഒന്നും CDR എടുക്കാൻ, കോൾ ഡീറ്റെയിൽ റെക്കോർഡ് എടുക്കാനായിട്ട് പോലീസുകാർ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ചില ആളുകളുടെ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ് എടുത്തിട്ടുണ്ട്. അത് ഒന്ന് CPMൻ്റെ ട്രിവാൻഡ്രത്തുള്ള ജില്ലാ നേതാവായിട്ടുള്ള IP ബിനു. ഇദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കേട്ടറിയാം. അദ്ദേഹം നേരത്തെ ഈ AKG സെൻറ്ററിന് ബോംബെറിഞ്ഞ കേസിലും IP ബിനുവാണ് എന്ന് പറയുന്ന ഒരു ആരോപണം വരികയും അദ്ദേഹം സംശയത്തിൻ്റെ നിഴലിലാവുകയൊക്കെ ചെയ്തതാണ്. അതും പോലീസിൻ്റെ കളിയാണെന്നാണ് PV അൻവർ പറഞ്ഞു നോക്കുന്നത്. അദ്ദേഹമാണ് ഒന്നാം പേരുകാരൻ. അദ്ദേഹത്തിൻ്റെ CDR ഇവർ പരിശോധിച്ചു. രണ്ടാമത്തത് കാരായി രാജൻ. അതെന്നെ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം കാരായി രാജൻ എന്ന് പറയുന്നത് കണ്ണൂരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു എന്ന് മാത്രമല്ല, കണ്ണൂരത്തെ ഏറ്റവും പ്രബലനായിട്ടുള്ള വളരെ കരുത്തുള്ള അധികാര സ്ഥാനങ്ങളിൽ സ്വാധീനമുള്ള ഒരു നേതാവാണ് കാരായി രാജൻ. അദ്ദേഹം കുറേ നാൾ കണ്ണൂർ കയറാൻ പറ്റാതിരുന്നതുകൊണ്ട് അദ്ദേഹം എറണാകുളത്ത് വന്ന് താമസിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള നേതാക്കന്മാരുടെ CDR പോലും എടുത്ത് ഈ പോലീസുകാർ പരിശോധിച്ചിരുന്നുവെന്നും പിന്നീട് DYFI നേതാവായിട്ടുള്ള സുബിൻ, അതുപോലെ CPM വലിയവിള ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ദിനേശ് എന്നിവരുടെയൊക്കെ CDR എടുത്ത് പരിശോധിച്ചുവെന്നും എന്ത് അധികാരത്തിലാണ് ഈ CDR പരിശോധിച്ചതെന്ന് ക്രൈംബ്രാഞ്ചിന് മനസ്സിലായില്ലെന്നും ഇത് കുറ്റകരമായിട്ടുള്ള അധികാര ദുർവിനിയോഗമാണെന്നും ഇതിൻ്റെ പുറത്ത് തികച്ചും നിയമവിരുദ്ധമായിട്ടുള്ള ഈ കാര്യത്തിൻ്റെ പുറത്ത് നടപടിയെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഈ ക്രൈംബ്രാഞ്ച് കൃത്യമായി നേരത്തെ അന്വേഷിച്ചിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ, അതായത് ദിൻരാജ് എന്ന് പറയുന്നതും രാജേഷ് എന്ന് പറയുന്നതുമായിട്ടുള്ള അന്വേഷണ ടീമിലെ അംഗങ്ങൾക്കെതിരെ കൃത്യമായൊരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. പക്ഷേ ആ റിപ്പോർട്ടുകൾ നേരത്തെ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ അടുത്തേക്കെത്താതെ മുക്കുകയാണ് P ശശിയും ADGPയും കൂടി ചെയ്തിരുന്നത് എന്നുള്ളതാണ് വളരെ കൃത്യമായ പോലീസിൻ്റെ തന്നെ രണ്ടാമത് നടത്തിയ അന്വേഷണത്തിലുള്ള അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പറയുന്നത്, അതായത് PV അൻവർ പറഞ്ഞു വെക്കുന്നത്. അത് 2023 ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. പക്ഷേ ഇതുപോലെ നിരവധി കേസുകൾ പോലീസുകാർ RSSന് വേണ്ടി അട്ടിമറിച്ചിട്ടുണ്ടെന്നും, അതായത് RSSൻ്റെ സെല്ലുകൾ ഈ പറയുന്ന പോലീസിനകത്ത് വർക്ക് ചെയ്യുന്നുവെന്നും അതിന് ചുക്കാൻ പിടിക്കുന്നത് ADGP ആണെന്നും ADGPയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം ഇതിനകത്തുണ്ട് എന്നും ഇതൊക്കെ മുഖ്യമന്ത്രി അറിയാതെ പോകുന്നു എന്നുമാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ PV അൻവർ ഉയർത്തുന്ന ചോദ്യമെന്ന് പറഞ്ഞാൽ ഒരു മാസ് ഹീറോക്ക് പറ്റിയ ഒരു വലിയ ചോദ്യമാണ്. ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ്റെ ഏറ്റവും ഒടുക്കത്തെ അത്താണിയാണെന്നും അവരിലേക്ക് വരുമ്പോൾ കേസിൽപ്പെട്ട മക്കളുടെ വീടുകളുള്ള കേസുകളിൽ ഭർത്താവില്ലെങ്കിൽ രാത്രി വീട്ടിൽ ചെന്ന് ഡാൻസ് ഓഫിൻ്റെ സംഘം, അതായത് പോലീസ് സംഘം മുട്ടുകയാണെന്നും നിങ്ങൾ എനിക്ക് അടിമകളായിരുന്നാൽ മതി, അങ്ങനെ പോലീസിലെ മേലുദ്യോഗസ്ഥന്മാർക്ക് അടിമകളായിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബലാത്സംഗം നടത്താം, പിടിച്ചു പറിക്കാം, പണം അപഹരിക്കാം, മറ്റുള്ളവരുടെ വെക്കിട്ട് കയറാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്ന ഒരു അടിമക്കൂട്ടത്തെ സൃഷ്ടിച്ചെടുക്കുകയാണ് നിരവധി പോലീസുകാർ ചെയ്യുന്നതെന്നും ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തം ADGPക്കാണെന്നും ADGPയെ ഇതിനൊക്കെ സഹായിച്ചിരുന്നതും പല റിപ്പോർട്ടുകളും മുഖ്യമന്ത്രി കാണാതെ മുക്കുന്നതിൻ്റെയും ഉത്തരവാദിത്തം P ശശിക്കാണെന്നുമാണ് ഈ പറയുന്ന PV അൻവർ പറഞ്ഞു നോക്കുന്നൊരു കാര്യം. രണ്ടാമത് PV അൻവർ പറയുന്നൊരു കാര്യം, പോലീസ് സ്റ്റേഷനിലുണ്ടായിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ച് വിശദാംശങ്ങൾ തരാൻ വേണ്ടി അദ്ദേഹം ഒരു വാട്സാപ്പ് നമ്പർ കൊടുത്തിരുന്നു. ആ വാട്സാപ്പ് നമ്പർ ബ്ലോക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം. ആ വാട്സാപ്പിലേക്ക് ഏതാണ്ട് 2000-ലധികം പരാതികൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ അങ്ങേയറ്റം ഒന്നില്ലെങ്കിൽ കഴിവുകെട്ട ഒരാളാണ്, അല്ലെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണ് ഇത് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ലക്ഷ്യമാക്കി, പെൻറ്റഗണിനെ ലക്ഷ്യമാക്കി അൽഖ്വയ്ദ തൊടുത്തുവിട്ട വിമാനങ്ങൾ പോലെ തന്നെ മുഖ്യമന്ത്രിയിലെ P ശശിയിലേക്ക് വളരെ ഷാർപ്പായി
വളരെ കൃത്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഈ പറയുന്ന PV അൻവർ ചെയ്തിട്ടുള്ളത്. ഉറപ്പായും ADGP എന്ന് പറയുന്ന MR അജിത് കുമാറിനെ മാറും അല്ലെങ്കിൽ മാറ്റേണ്ടി വരും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാൾ ആരെങ്കിലും വിശ്വസിച്ചാൽ ലോകം മുഴുവൻ കുലുങ്ങിയാലും അദ്ദേഹം അതിൽ നിന്ന് മാറില്ലെന്നും അദ്ദേഹത്തിന് ആ വിശ്വാസം പോകണമെങ്കിൽ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെടണം എന്നും കൂടിയാണ് PV അൻവർ പറഞ്ഞു വെക്കുന്നത്. എന്താണെങ്കിലും CPM-നെ പിടിച്ചുലക്കുന്ന ആരോപണങ്ങളുമായി, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തകർത്തെറിയുന്ന ആരോപണങ്ങളുമായി ഈ ശശിയെയും ADGP-ക്കും എതിരെയുള്ള ആക്രമണത്തിൻ്റെ കുന്തമുന ഒന്നുകൂടി കടുപ്പിക്കുകയാണ് ഈ പറയുന്ന PV അൻവർ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു, അതായത് വളരെ സർവശക്തരായി, നമ്മൾ അമേരിക്കയെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി നിൽക്കുന്നത് പോലെ കേരളത്തിൽ ഒരു നേതാവിനും ഇല്ലാത്ത വിധം അനിയന്ത്രിതമായിട്ടുള്ള പവറുകൾ കയ്യിലുണ്ടായിരുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെ, അദ്ദേഹത്തിൻ്റെ ഓഫീസിനെതിരെ, ശശി എന്ന് പറയുന്ന കരുത്തനായിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അതിനിശ്ചിതമായിട്ടുള്ള ആക്രമണം എന്ന് പറഞ്ഞാൽ ഒരു സെപ്റ്റംബർ 11 ആക്രമണമാണ്, ഈ പറയുന്ന 9/11 ആക്രമണമാണ് PV അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏതാണെങ്കിലും കുറേയൊക്കെ തകർന്നടിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മലപ്പുറത്ത് ശശിധരൻ എന്ന് പറയുന്ന സൂപ്രണ്ടിനെ മാറ്റിയിരിക്കുന്നു. അതുപോലെ മറ്റ് നിരവധി ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയിരിക്കുന്നു. ഇതിൽ ആശ്വാസമുണ്ടോ എന്ന് ഇതിൽ സന്തോഷമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓരോ വാക്കുകളും PV അൻവർ ശ്രദ്ധിച്ചാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എനിക്ക് ആശ്വാസമുണ്ട്, ഇതിൻ്റെ ഒരു നടപടി എടുത്തിരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് ആശ്വാസമുണ്ട്, പക്ഷേ സന്തോഷമാകണമെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ സംഭവിക്കാനുണ്ട് എന്നുള്ളതാണ്. കൂടാതെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നൊരു കാര്യം, ഇനിയും നിരവധി തെളിവുകൾ കൂടിയുണ്ടെന്നും ഇപ്പോൾ ഒരു തെളിവ് മാത്രമാണെന്നുമാണ് പറഞ്ഞു വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒന്നില്ലെങ്കിൽ പിണറായി വിജയനെ ചതിച്ചുകൊണ്ട് ശശിയും അതുപോലെ തന്നെ MR അജിത് കുമാറും കൂടി അങ്ങേയറ്റം വഞ്ചിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പിണറായി വിജയനെ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ RSSന് വേണ്ടി വിടുപണി ചെയ്യാൻ പോലീസിനെ വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ഗുരുതരമായ ആരോപണമാണ് ഇന്ന് PV അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഇതിന് മറ്റൊരു തലം കൂടിയുണ്ട്. ഇന്നലെ പിണറായി വിജയൻ വന്ന് കോൺഗ്രസ്സുകാർക്കും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളവർക്കൊക്കെ ഞങ്ങളുടെ ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ട് RSSനെതിരെ ഏറ്റവും വലിയ ശക്തിയായി പടപൊരുതിയതും അവർക്കെതിരെ ഫൈറ്റ് ചെയ്തതും ഞങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 1 മണിക്കൂറും 10 മിനിറ്റും പ്രസംഗം നടത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ അതിനെയെല്ലാം തച്ച് തകർത്തുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസോ അങ്ങേയറ്റം RSSന് വേണ്ടി കളങ്കിതരായിട്ടുള്ള ആളുകൾ ഇരുന്ന് പണിയെടുക്കായിരുന്നു എന്ന് പറഞ്ഞാൽ പൊളിച്ചെടുക്കലാണ് PV അൻവർ നടത്തിയിട്ടുള്ളത്. രാഷ്ട്രീയപരമായി ഇതിനെ നേരിടാൻ CPM ഒരുപാട് ബുദ്ധിമുട്ടും. കാരണം മറ്റേ കോൺഗ്രസ്സുകാരോടാവുമ്പോൾ നിങ്ങളുടെ പ്രസിഡന്റ് ശാഖക്ക് കാവൽ നിന്നില്ലേ എന്ന് ചോദിക്കാം, പക്ഷേ PV അൻവറിനോട് ഒന്നും ചോദിക്കാൻ പറ്റില്ല. PV അൻവറും KT ജലീലും അതുപോലെ കാരാട്ട് റസാക്കിനെയും പോലെയുള്ള ആളുകൾ ഈ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ സാധാരണ സഖാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇന്നലെ നടത്തിയ പ്രസംഗം മതിയാവില്ല. ഒന്നുകിൽ ഇതെല്ലാം ഞാൻ അറിയാതെ പോയി, അതെൻ്റെ കഴിവുകേടാണ് എന്ന് പിണറായി വിജയൻ പറയേണ്ടി വരും, എന്നെ കൂടെ നിന്നവർ വഞ്ചിക്കായിരുന്നു എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ഒഴിയാനെങ്കിലും പിണറായി വിജയൻ തയ്യാറാകേണ്ടി വരും. അത്തരത്തിൽ വലിയ തോതിലുള്ള പ്രഹരശേഷിയുള്ള ആയുധങ്ങളുമായിട്ടാണ് PV അൻവർ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും സമ്മേളന കാലയളവിൽ 80%, 90% ബ്രാഞ്ചിലും ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലുമൊക്കെ ചർച്ചയാകാൻ പോകുന്നത് ഇതായിരിക്കും. അതിൻ്റെ പരിണാമം എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.